നേര്യമംഗലം ഇടുക്കി സംസ്ഥാനപാതയിൽ ഉരുൾപൊട്ടലും അപകടനിലയിലുള്ള മരങ്ങളും ഗതാഗതത്തിന് ഭീഷണിയാകുന്നു. കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ 7 ഇടങ്ങളിലാണ് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായത്. ഇതോടെ മഴക്കാലങ്ങളിൽ സുരക്ഷിത ഗതാഗതത്തിന് അടിയന്തര നടപടി വേണമെന്ന ആവശ്യവും ശക്തമായി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയ്ക്ക് സമാന്തരമായി ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന ഗതാഗത മാർഗമാണ് നേര്യമംഗലം ഇടുക്കി സംസ്ഥാനപാത. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ശക്തമായ മഴയെ തുടർന്ന് ഈ പാതയിലെ 8ഓളം സ്ഥലങ്ങളിലാണ് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായത്. കൂടാതെ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന 20 കിലോമീറ്ററോളം വരുന്ന ഭാഗത്ത് അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ യാത്രക്കാർക്ക് കനത്ത ഭീഷണിയാകുന്നുണ്ട്. കനത്ത കാറ്റിലോ മഴയിലോ ഇവ റോഡിലേക്ക് പതിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇത്തരം സാഹചര്യത്തിൽ മലയോര മേഖലയിലേക്കുള്ള അവശ്യ സാധന ഗതാഗതത്തെയും ആംബുലൻസ് അടക്കമുള്ള അടിയന്തര സർവീസുകളെയും ബാധിക്കുന്ന രീതിയിൽ പാത പൂർണ്ണമായി അടഞ്ഞു പോകാനും സാധ്യതയുണ്ട്. മഴക്കാലത്ത് ഈ പാതയിലെ ഗതാഗതം തടസ്സപ്പെടാതെയും സുരക്ഷിതമായും നിലനിർത്താൻ പൊതുമരാമത്ത് വകുപ്പ് ഇടപെടണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. റോഡിലേക്ക് ഇടിഞ്ഞു വീണ മണ്ണും കല്ലുകളും അടിയന്തരമായി നീക്കം ചെയ്യുക, സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക, ഫോറസ്റ്റ് വകുപ്പുമായി ഏകോപിപ്പിച്ച് അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ വെട്ടിമാറ്റുക, വ്യക്തമായ ദിശാബോർഡുകൾ സ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങളും ശക്തമായി കഴിഞ്ഞു. ഏത് പ്രളയകാലത്തും അല്ലെങ്കിൽ മഴക്കാലത്തും ഈ മരങ്ങളോ വെട്ടിമാറ്റുന്നതിനോ ആവശ്യമായ മുൻകരുതൽ നടപടി സ്വീകരിക്കുന്നതിനോ തയ്യാറാവാത്തതിൻ്റെ പല പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. ഏത് നിമിഷവും ഒരു റോഡ് ബ്ലോക്കോ ഒരു അപകടത്തിൽ മുന്നിൽ കാണുന്നത് കൊണ്ട് ഇതുവഴി വാഹനം കൊണ്ട് നടക്കുന്നത് വളരെയധികം പേടിക്കുന്നുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗതാഗത തടസ്സമുണ്ടാകുമ്പോൾ അടിമാലി ചെറുതോണി ഇടുക്കി മേഖലയിലേക്കുള്ള പ്രധാന ബദൽ മാർഗമായാണ് നേര്യമംഗലം ഇടുക്കി സംസ്ഥാനപാത ഉപയോഗിക്കുന്നത്. ഇടുക്കി ജില്ലയുടെ ഗതാഗത ശൃംഖലയിൽ നിർണായക പങ്കുവഹിക്കുന്ന നേര്യമംഗലം ഇടുക്കി സംസ്ഥാനപാതയിലെ അപകടാവസ്ഥ പരിഹരിക്കാൻ പൊതുമരാമത്ത് വകുപ്പും വനം വകുപ്പും സംയുക്തമായി അടിയന്തര നടപടി സ്വീകരിക്കേണ്ടത് ജനങ്ങളുടെ സുരക്ഷയ്ക്കും തടസ്സമില്ലാത്ത യാത്രയ്ക്കും അത്യാവശ്യമാണ്. ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.